അപ്പോൾ അങ്ങനെ ലച്ചുവിന് കുറേ നാളത്തെ ആഗ്രഹം ഇന്ന് സാധിച്ചു. ഇപ്പോൾ ഇന്നലെ രാത്രി സ്നോ ആയിരുന്നു. വലിയ കാര്യമായിട്ടില്ലെങ്കിലും അടിപൊളിയാണ്. കാരണം ഗംഭീര തണുപ്പും കൂടിയാണ്. ലച്ചുവിനൊന്നും വിഷയമല്ല. നേരെ പുറത്തേക്ക് സ്കൂളിൽ പോകുന്നതിൻ്റെ വേഷം കെട്ടേ കാണുന്നത്. നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മണ്ണല്ല മഞ്ഞ് വാരി എറിയുക. അയ്യോ തണുത്തിട്ടാണെങ്കിൽ ഒരു രക്ഷ ഉണ്ടായില്ല. ഞങ്ങൾ കഴിഞ്ഞവരൊന്നും ഇത്രയും തണുപ്പ് ഇത്ര നേരത്തെ ഉണ്ടായെന്ന് എനിക്ക് തോന്നണില്ല. എന്നാലും സൂപ്പറാണ്. ഒരു കുറച്ച് നേരമായിട്ട് ഒരു മണിക്കൂർ അത്രയും കണ്ട പെയ്തിട്ടുള്ളൂ. 1 മണിക്കൂറും പെയ്തില്ലാന്ന് തോന്നുന്നു മഞ്ഞ്. അപ്പോഴേക്കും ഇങ്ങനെയായിരുന്നു. ഇതിപ്പോൾ കുറേ അലിഞ്ഞു പോയി, മെൽറ്റായി പോയി. പക്ഷേ രാത്രിയൊക്കെ നല്ല രസമായിരുന്നു. ഇതിലും കൂടുതലും അടിപൊളിയായിരുന്നു. ഇപ്പോൾ വെയിലൊക്കെ കുതിച്ചപ്പോൾ പയ്യ ഇറങ്ങി തുടങ്ങിയതാണ്. ഇത് നോക്കി നടന്നില്ലെങ്കിൽ ചിലപ്പോൾ തലയും കുത്തി താഴെ കിടക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. സ്കൂളിലൊക്കെ പോയിട്ട് പിള്ളേരുടെ അവിടെ ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് ഇത് തന്നെയാണ് അംഗം എല്ലാവരും. ഈ കൈയൊന്നും ഞാനാണെങ്കിൽ ഗ്ലൗസ് ഇട്ടില്ല. കൈയൊന്നും പുറത്ത് പിടിക്കാനും പറ്റുന്നില്ല. മൊബൈൽ പിടിച്ചിട്ട് കൈ മരയിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ അമ്മോ. എന്തായാലും അവൾ കുറേ ആഗ്രഹിച്ചാണ് ഇങ്ങനെ ഒരു മഞ്ഞ് വന്നിട്ട് മഞ്ഞിനെ ഉരുട്ടിയിട്ട് അപ്പേനെ എറിയണമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ആ പറഞ്ഞ പറച്ചിലിന് അവളിപ്പോൾ ഒരു 10 ഇറങ്ങിൽ തന്നെ എറിഞ്ഞു. ഒരെണ്ണം എൻ്റെ മൊബൈലുമ്പോൾ കൊണ്ടു. എന്നാലും കുഴപ്പമില്ല. അവളും ഒരു സന്തോഷം. ഇന്ന് അവളുടെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ ഇനി തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് വേണം ബർത്ത്ഡേയുടെ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട്. ഞങ്ങൾ കുറച്ച് പേരുള്ളൂ. നമ്മുടെ എൻ്റെ കുറച്ച് ഇവിടെയുള്ള ക്ലോസ് ഫ്രണ്ട് സർക്കിൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ പരിപാടി മൊത്തം ഫുൾ ബിസി ഡേ ആണ്. വീട്ടിൽ ചെന്ന് ക്ലീനിങ് ഉണ്ട്, കുക്കിംഗ് ഉണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് തന്നെ കുക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ 10-20 പേർക്ക് അറേഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്, ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതിനും ഭേദം നമുക്ക് തന്നെ അറേഞ്ച് ചെയ്യാമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ തിരിഞ്ഞ് നടന്ന് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്ന് ഒരു പരിവായി. നിസാര ദൂരമേ ഉള്ളൂ. എന്നാലും പണിയാണ് ഇത്രയും ദൂരം നടക്കൽ. ഈ തണുപ്പത്തോടെ നടക്കലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. തണുപ്പിലായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായില്ലായിരുന്നു. ഇപ്പം ഇതിൽ നടക്കുമ്പോൾ എല്ലാവരും സോക്സും ഷൂസും കഴുത്തും മേലെ 2 ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വെൽ പാക്ഡ് ആയിട്ടാണ് പോണത്. നമ്മൾ കുറച്ച് ഇന്ത്യക്കാരല്ലെങ്കിൽ കുറച്ചധികം ആൾക്കാരാണ് തലയിൽ കറക്റ്റായിട്ട് തൊപ്പി വെച്ചിട്ടില്ല, ഗ്ലൗസ് ഇടുന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് കിട്ടും. അവരും നമ്മളോട് സംസാരിച്ചപ്പോൾ പ്രാവശ്യം ഒരാളിങ്ങനെ പറഞ്ഞാണ്, ഞങ്ങൾക്കും ഇതേപോലെ തണുപ്പത്തക്കട നടക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളിതായിട്ട് യൂസ്ഡാണ്. പക്ഷേ ഇത് ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കത് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ കിട്ടും. അപ്പോൾ എത്രയും വാമാക്കി നമ്മുടെ ബോഡി കീപ്പ് ചെയ്യാവോ അങ്ങനെ കീപ്പ് ചെയ്യണം എന്നാണ് അവർ പറയുക. അതുകൊണ്ടാണ് അവരിങ്ങനെ ഫുൾ 24 മണിക്കൂറും ഫുൾ പാക്ഡായിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഗ്ലൗസ് ഊരണം. പിന്നെ ഇങ്ങനെ ഫുൾ കവർ ചെയ്ത് നടന്നാൽ പിന്നെ ഒന്ന് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നടക്കും. പക്ഷെ അവരൊക്കെ ഫുൾ സെറ്റാണ്. ഞാനിപ്പോൾ ഒരു ജാക്കറ്റ് മാത്രം ഇട്ടുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. പണി പാളി, കൈയൊക്കെ മരയിച്ചിട്ട് വെള്ളമാണ്. നമ്മൾ ഈ പ്രായത്തിൻ്റെ ഇങ്ങനെ. അപ്പോൾ ഇനി അങ്ങോട്ടും തണുത്ത മരവിച്ച മൈനസ് ദിനങ്ങളായിരിക്കും. ഇപ്പോൾ തന്നെ ഏതാണ്ട് എത്രയാണ് -1 -0 അങ്ങനെ എന്തൊക്കെയാണ് നിൽക്കണത്. നോക്കിയില്ല പ്രോപ്പറായിട്ട്. എന്നാലും